എൻ്റെ വീട്ടിൽ വന്നിട്ട് പറയുന്നത് എൻ്റെ പേര് കേസുണ്ടെന്ന് എന്ന് പറഞ്ഞ് ഇവർ അന്നേരം എൻ്റെ വലിയ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ പുള്ളി എൻ്റെ ചോദിച്ച വാറൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവരിതൊന്നും കാണിക്കുന്നില്ല, കേസും പറയുന്നില്ല. എന്താണ് കേസെന്ന് ചോദിച്ചിട്ട് അവരതും പറയുന്നില്ല. ഇവർ വീടിനകത്ത് കയറിയിട്ട് നമ്മുടെ അലമാരി എല്ലാം അങ്ങ് തുറന്ന് നോക്കുക, എന്നിട്ട് അവൻ എവിടെ ഒളിപ്പിച്ച് അവരെവിടെ പോയി എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു സാറേ കേസ് പറയും, ഞങ്ങൾക്ക് നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നതെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു വീട്ടുകാർ. അന്നേരം ഇവരതൊന്നും പറയുന്നില്ല. ഇവരെന്നിട്ട് പിന്നെ എന്ന് പറയുന്നത് മെയ് 29 പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ കോൺടാക്ട് ചെയ്യുകയൊന്നുമില്ല. മെയ് 29 ഞാനങ്ങ് ജോലി കഴിഞ്ഞ് ഇതുപോലെ നടന്നു വരുവാണ്. അപ്പം നമ്മുടെ അടുത്ത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം നടക്കുക. അപ്പോൾ അവൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ അവനായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഷിഫ്റ്റ് കാറ് ആദ്യം അവർ വന്ന ബൊലോന കാറിനകത്താണ് ഇവർ 4 പേര് വന്നത്. ഈ സെയിം 4 പേര് തന്നെയായിരുന്നു അന്നേരം. അന്നേരം അവർ തന്നെയാണ് തിരിച്ച് പിന്നെ അവിടെ തന്നെ കിടന്ന് കറങ്ങുമായിരുന്നു. ഇവർ പിന്നെ നമ്മുടെ വീട്ടിലോട്ട് വിളിച്ച് അന്വേഷിക്കാനൊന്നും നിന്നില്ല. പിന്നീട് വീട്ടിലോട്ട് വരുമൊന്നും ചെയ്തില്ല. പിന്നെ രാത്രി ഏകദേശം 29 രാത്രി 7 മണിയായി കാണും. 7 മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ നടന്ന് അവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഷിഫ്റ്റ് കാറ് അങ്ങോട്ട് പോകുന്നത് ഞാൻ കണ്ടു. അങ്ങോട്ട് പോയിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കാണും. ആ കാറ് നേരെ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് അതിൽ നിന്ന് ഫൈസൽ, അത് ആദ്യം ഇറങ്ങുന്ന ഫൈസൽ എന്ന് പറഞ്ഞ സാറാണ്. പുറവശത്ത് ആ ഡോറ് തന്നെ ഇറങ്ങും. എൻ്റെ കൈ രണ്ടും കൂടെ പുറവശത്തോട്ട് കെട്ടി ഇങ്ങനെ കെട്ടി അങ്ങ് പിടിക്കുമായിരുന്നു. പിടിച്ചിട്ട് അവൻ്റെ അടുത്ത് അവൻ പറഞ്ഞു ആരാന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അവൻ്റെ അടുത്ത് മിണ്ടല്ലേ, ഞങ്ങൾ ഇതുപോലെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ ഇവനെ പിടിച്ച കാര്യം അവർ വീട്ടിലോ ഒന്നും അറിയല്ലെന്ന് പറഞ്ഞു. വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് അവൻ്റെ നമ്പറൊക്കെ മേടിച്ച് എഴുതിക്കൊണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്തു. എന്നിട്ട് എന്നെ ആണെങ്കിൽ ഇങ്ങനെ എന്നെ ഇങ്ങനെ കൈ പിടിക്കും, എൻ്റെ ഇവിടെ നടുവിന് ഇങ്ങനെ തൊഴിക്കുകയും ചെയ്ത് മുട്ട് വെച്ച് തൊഴിച്ചിട്ട്. അപ്പോൾ അകത്തൊരു സാർ ഇരിപ്പുണ്ട്. ആ സാർ എൻ്റെ ഞാനൊരു ഉടുപ്പായിരുന്നിട്ട് ഉടുപ്പിൻ്റെ കോളറെല്ലാം പിടിച്ച് വലിച്ച് അകത്തോട്ട് കയറ്റി ഇടുമായിരുന്നു. കയറ്റി ഇടും. ഞാൻ എന്നിട്ട് എൻ്റെ വെപ്രാളം പിടിക്കുന്നവരെ അവിടെ ചോദിച്ചു എന്താ കാര്യം എന്നൊക്കെ അവരോട് ചോദിച്ചു. അപ്പോൾ അവരാണെങ്കിൽ കാര്യമൊന്നും പറയുന്നില്ല. അവരെൻ്റെ അടുത്ത് ചീത്ത വിളിച്ചാണ് സംസാരിക്കുന്നത്. ആ ചീത്ത പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ചീത്ത വിളിച്ചാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് മൊത്തം. അന്നേരം ഞാൻ പിന്നെയും ചോദിച്ചു. അന്നേരം ഇപ്പുറത്ത് നിന്ന് ഫൈസൽ എന്ന് പറഞ്ഞ സാറ് പറഞ്ഞു സാറേ ഒരു കാര്യം ചെയ്യ്, ആ ചില്ല് മൊത്തം ഇടാൻ പറഞ്ഞു. ക്ലാസ്സിൻ്റെ ചില്ല് മൊത്തം ഇട്ടിട്ട് ഈ പുള്ളിക്കാരനാണെങ്കിൽ അന്നത്തെ ബ്ലൂടൂത്ത് കണക്റ്റ് ആയിട്ട് മറ്റേ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുക, IPL നടന്നുകൊണ്ട് ടൈമിൽ. അപ്പോൾ അതങ്ങ് ശബ്ദം കൂട്ടി. ശബ്ദം കൂട്ടിയിട്ട് എന്നെ ഇങ്ങനെ ഒരു പിടി ഇങ്ങനെ നോക്കും. ഈ പുള്ളി എൻ്റെ വലത്തെ സൈഡിലായിരിക്കുന്നത്. പുള്ളിയുടെ അടുത്ത കൈ വെച്ചിട്ട് ഒറ്റയടിയായിരുന്നു എൻ്റെ മൂക്കിന് മുട്ട് വെച്ച്. ഈ ഇടി കൊള്ളും ഞാൻ കുലിയുമായിരുന്നു. കുലിഞ്ഞപ്പോൾ ഫ്രണ്ട് ചെയ്യുന്ന SI ആ സാർ എൻ്റെ ഉടുപ്പിൻ്റെ കോളർ പുറത്തെ കോളറെല്ലാം പിടിച്ച് വലിച്ചിങ്ങനെ ഫ്രണ്ടോട്ട് വെച്ചു. എന്നിട്ട് മറ്റേ സാറ് എൻ്റെ കൈമുട്ട്, എൻ്റെ ഇട സൈഡിൽ ഇരുന്ന സാറ് കൈമുട്ട് വെച്ച് അടിക്കും, വലത് സൈഡിൽ ഇരുന്ന ആൾ കൈ ചുരുട്ടി അടിക്കുമായിരുന്നു ചെയ്തത്. എൻ്റെ പുറമെല്ലാം ആദ്യം ഇടിച്ച് ഇടിച്ചിട്ട് എന്നെ കുറേ നേരം ഇടിച്ച് കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ നിർത്തിയിട്ട് എൻ്റെ ഈ 2 കൈയും കൂടെ മറ്റേ 2 സാർമാർ പിടിച്ചു വെച്ച്. മറ്റേ എൻ്റെ ഇപ്പുറത്തെ ഫൈസൽ എന്ന സാറ് പുള്ളിയുടെ തോളിൻ്റെ വശത്തോട്ട് എൻ്റെ ഈ വലത്തെ കൈ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് ചുരുട്ടി ഇങ്ങനെ വെച്ച്. എന്നിട്ട് മറ്റേ സാറ് ആ ഫൈസൽ എന്ന് പറഞ്ഞ സാറാണ് എൻ്റെ മൂത്രമൊഴിക്കുന്ന താഴത്തെ ആ ആ ബോൾസിൽ പിടിച്ചിട്ട് അത് പിടിച്ചങ്ങ് ഞെരുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങ് ആക്കി. എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് പറയാളി എൻ്റെ അനിയൻ എവിടെ പറയാളിയെന്ന് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്നെ ചീത്ത വിളിച്ച് ഇതേ രീതി ചീത്ത വിളിച്ചാണ് പറയുന്നത്. എന്നിട്ട് ഇവരിത് പറഞ്ഞ് എൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല ആ സമയത്ത്. അത് ഏനാത്തെത്തിയപ്പോഴാണ്. കാരണം അടൂർ ടൗൺ ടോളുണ്ട്, അടൂർ ടോൾ വരെ എന്നെ എടുത്തിട്ട് അടിച്ചു.